ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗിൻ. എല്ലാവർക്കും മിസ്റ്ററി പസിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്നേക്ക് ക്യൂബിനെ ഡൈനോസറിൻ്റെ ഷേപ്പിലേക്ക് ആക്കുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന 24 പീസസ് ഉള്ള ഒരു സ്നേക്ക് ക്യൂബാണ്. നമ്മൾ ഇതിനൊരു ഡൈനോസറിൻ്റെ ഷേപ്പിലേക്കാണ് ആക്കാൻ പോകുന്നത്. ഇതിലാദ്യം നമ്മൾ വെള്ളച്ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിലെടുത്തു. എന്നിട്ട് ഈ ഇടത് ഭാഗത്ത് വേണ്ടത് ഈ രീതിയിലുള്ള ഒരു ചെരിവുള്ള ഭാഗമാണ് വേണ്ടത്. എന്നിട്ട് ഈ ഫസ്റ്റ് പീസിന് ഞാൻ 2 തവണ നമ്മുടെ നേരെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 1 2 തവണ തിരിച്ചു. ഇനി ഇതിൽ നെക്സ്റ്റ് ഈ ഫസ്റ്റ് പീസ് കഴിഞ്ഞിട്ടുള്ള 4 പീസസ് ആണ്. 1 2 3 4. ഈ 4ാമത്തെ പീസിന് ഇടത് കൈ കൊണ്ട് നമ്മുടെ നേരെ തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 തവണയാണ് തിരിക്കുന്നത്. 1 തവണ തിരിച്ചു. ഇനി ഈ ഒരു നീളമുള്ള ഭാഗത്തിൽ ഇതിൽ 2ാമത്തെ പീസ് അത് വരുന്നത് വെള്ള പീസാണ്, വെള്ള ത്രികോണം വരുന്ന പീസാണ്. ഇതിന് വലത് കൈ കൊണ്ട് ബാക്കിലോട്ടേക്ക് അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 തവണ അങ്ങോട്ടേക്ക് തിരിച്ചു. എന്നിട്ട് ഈ ഒരു രീതിയിൽ പിടിക്കുക. എന്നിട്ടിതിൽ ഈ നീളമുള്ള ഭാഗത്തിൽ ഈ 3ാമത്തെ പീസ് 1 2 3 ഈ 3ാമത്തെ പീസ് ഇത് വെള്ളയാണ് വരുന്നത്. ഈ 3ാമത്തെ പീസിനെ നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് 1 തവണ തിരിക്കുക. 1 തവണ തിരിച്ചു. ഇനി ഈ നീളമുള്ള ഭാഗത്തിൽ ഈ ഒരു പീസ് 2ാമത്തെ പീസ് ഈ 2ാമത്തെ പീസിനെ ഈ ഇടത്തോട്ടേക്ക് 2 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടേക്ക് ഈ ഒരു പീസിനെ ഈ വലത് കൈ ഉപയോഗിച്ചിട്ട് 1 2 തവണ തിരിച്ചു. ഇനി നമ്മൾ ഈ ഒരു പീസ് ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ 2ാമത്തെ പീസിനെ നമ്മൾ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ടേക്ക് 1 തവണ തിരിച്ചു. ഇതിനെ ഈ ഒരു രീതിയിൽ പിടിക്കാം. ഈ ഒരു രീതിയിൽ പിടിച്ചാൽ നമുക്ക് ഇനി ഈ നീളമുള്ള ഭാഗത്തിൽ നമുക്ക് ഈ 3ാമത്തെ പീസ് വൈറ്റാണ് വരുന്നത് ഇവിടെ. ഇത് നമ്മൾ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടേക്കാണ് വലത് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു. ഇനി ഇതേപോലുള്ളൊരു ഷേപ്പ് ഈ ഒരു സൈഡിലും നോക്കുവാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ 3ാമത്തെ പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെയും ഓറഞ്ച് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നീളമുള്ള ഭാഗത്തിൽ ഇതിൽ 3ാമത്തെ പീസ് 1 2 3 ഈ 3ാമത്തെ പീസിനെ നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കണം. ഇതേപോലെ വലത് കൈ കൊണ്ട് തിരിച്ചു. ഇനി ഇതിൽ ഈ ഒരു പീസ് ഈ ഒരു നീളമുള്ള ഭാഗത്തിൽ ഈ 2ാമത്തെ പീസ് ഓറഞ്ചാണ് വരുന്നത്. ഇതിനാ ഈ വലത് കൈ കൊണ്ട് ഇതുപോലെ 1 2 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു നീളമുള്ള ഭാഗത്തിൽ ഈ അടുത്ത ഈ 2ാമത്തെ ത്രികോണം ഇതിനെ നമ്മൾ മുകളിലേക്കൊന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 തവണ മുകളിലേക്ക് തിരിച്ചു. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഈ നീളമുള്ള ഈ ഒരു ഭാഗത്തിൽ ഈ 1 2 3 ഈ 3ാമത്തെ പീസ് അത് വൈറ്റാണ് വരുന്നത്. ഇതിന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 തവണ ഈ ഇടത് കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇനി ഇതിനെ കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇത്രയും നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പീസിനെ ഈ അടുത്ത ഈ പീസിനെ നമ്മൾ ഇതുപോലെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഡൈനോസറിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.